യുഡൈസിൽ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനായി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പേജാണിത്. ഇതിൽ 2024-25 അധ്യയന വർഷം ഉണ്ടാവും, കഴിഞ്ഞ വർഷത്തേതും ഉണ്ടാവും. ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മളുടെ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം 2024-25 നമ്മൾ പോകുമ്പോൾ ലഭിക്കുന്ന സ്ക്രീൻ ഇപ്രകാരമായിരിക്കും. ഇതിൽ കുട്ടികളുടെ ലിസ്റ്റൊക്കെയാണ് ആദ്യം വരുന്നത്. നമ്മൾ ഇടതുവശത്തുള്ള പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രഷൻ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രോഗ്രഷൻ മൊഡ്യൂൾ വരും. അവിടെ നമ്മൾ ഗോ അടിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പുതിയ സ്ക്രീൻ ലഭിക്കുന്നതാണ്. അതിൽ എഴുതിയിട്ടുണ്ടാവും ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എലിജിബിൾ പ്രൊമോഷൻ 24-25 ഉണ്ടാവും. അതിൽ നമ്മൾ ക്ലാസ് സെലക്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ക്ലാസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ക്ലാസ്സിൻ്റെ ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു, ഗോ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഒന്നാമത്തെ കുട്ടിയാണ്. ഇതുപോലെ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ പ്രോഗ്രഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് പ്രൊമോട്ടഡ് പാസ്ഡ് വിത്ത് എക്സാമിനേഷൻ കൊടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്, അത് കൊടുക്കണം. അതിനുശേഷം രണ്ടാമത്തേത് മാർക്സ് ഇൻ പെർസെൻറ്റേജ്, കഴിഞ്ഞ വർഷത്തെ മാർക്ക്. അത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഗൂഗിൾ ഷീറ്റിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി, എത്രയുണ്ടെന്നുള്ളത് ചെയ്താൽ മതി. അതിനുശേഷം നമ്പർ ഓഫ് സ്കൂൾ ഡേയ്സ് അറ്റൻഡഡ്, അത് നമ്മൾ എത്രയാണെന്നുള്ളത് കൊടുക്കുക. ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ എഴുതി വെക്കുന്നത് നന്നായിരിക്കും എല്ലാ കുട്ടികളുടെയും. അതിനുശേഷം സ്കൂളിംഗ് സ്റ്റാറ്റസ്, അത് സ്റ്റഡിയിങ് ഇൻ സെയിം സ്കൂൾ. ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സെയിം സ്കൂൾ, TC മേടിച്ച കുട്ടിയാണെങ്കിൽ TC കൊടുക്കുക. ഇതിൻ്റെ വലത് ഭാഗത്തേക്ക് പോവുക. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു എറർ മെസ്സേജ് വന്ന് കാണും. ഇതെന്താണെന്ന് വെച്ചാൽ പുതിയ ക്ലാസ്സിൻ്റെ ഡിവിഷൻ സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പുതിയ ക്ലാസ്സിൻ്റെ ഡിവിഷൻ രണ്ടാമത്തെ കോളത്തിൽ നിന്ന് അത് 7ാം ക്ലാസ്സിലെ ഏത് ഡിവിഷനിലേക്കാണ്, ഈ കുട്ടി സിയിലാണ്, അതുകൊണ്ട് C സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ C സെലക്ട് ചെയ്തു. C സെലക്ട് ചെയ്തതിന് ശേഷം കണ്ട അതേ സ്ക്രീനിൽ അവിടെ തന്നെ ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഒരു കൺഫർമേഷൻ മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ കുട്ടിയുടെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത കുട്ടിയുടെ ഡൺ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ എല്ലാ കുട്ടികളുടെയും നമ്മൾ ചെയ്യുക. ചെയ്തതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പോയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെ ഫൈനലൈസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊമോഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ.